ഈ കഥ വാമൊഴിയായി മാത്രം തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു ഐതിഹ്യമാണ്. ഇതെഴുതപ്പെട്ട ചരിത്രപരമായ രേഖയല്ല. രാധയുടെയും കൃഷ്ണന്റെയും ബന്ധത്തെക്കുറിച്ചുള്ള പല ഐതിഹ്യങ്ങളിൽ ഒന്നുകൂടിയാണിത്. കൃഷ്ണനും രാധയും പരസ്പരം അതിയായി സ്നേഹിച്ചിരുന്നതുകൊണ്ട് അവരുടെ സ്നേഹം മനസ്സിലാക്കിയ രാധയുടെ പിതാവ് ഋഷഭാനു സന്തോഷത്തോടെ ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചു. വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഈ സമയത്താണ് ഒരു പ്രതിസന്ധി വരുന്നത്. ഋഷഭാനുവിന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഉഗ്രപത്ത് ഈ വിവരം അറിയാനിടയായി. ഉഗ്രപത്തിന്റെ മകനായ അയാന് രാധയെ വിവാഹം കഴിപ്പിച്ചു നൽകാമെന്ന് ഋഷഭാനു മുൻപ് അദ്ദേഹത്തിന് വാക്ക് നൽകിയിരുന്നു. എന്നാൽ ഋഷഭാനുവിന് തന്റെ വാക്ക് ലംഘിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ വിഷമഘട്ടത്തിൽ കൃഷ്ണൻ തന്റെ ദിവ്യമായ ലീല ഉപയോഗിച്ച് ഒരു വഴി കണ്ടെത്തി. ഋഷഭാനുവിന്റെയും മറ്റുള്ളവരുടെയും മനസ്സിൽ താൻ ഒരു മോശം വ്യക്തിയാണെന്ന് തോന്നിപ്പിക്കാൻ കൃഷ്ണൻ തുടങ്ങി. ഉദാഹരണത്തിന് ശ്രീകൃഷ്ണൻ ചിലപ്പോൾ അനുചിതമായി പെരുമാറുകയും ചിലപ്പോൾ കോപിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തി ഋഷഭാനുവിനെ വളരെയധികം കോപിഷ്ഠനാക്കി. അദ്ദേഹത്തിന് കൃഷ്ണനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. രാധയ്ക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ ലീലയെക്കുറിച്ച് അറിയാമായിരുന്നു. അതിനാൽ ശ്രീകൃഷ്ണന്റെ ആഗ്രഹം പോലെ രാധയും അദ്ദേഹത്തെ പിന്തുണച്ച് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ രാധയുടെയും കൃഷ്ണന്റെയും വിവാഹം മുടങ്ങി. പിന്നീട് ബ്രജ് നിവാസികൾ എല്ലാവരും ചേർന്ന് രാധയുടെ വിവാഹം അയനുമായി നടത്തുകയും രാധയെ സന്തോഷത്തോടെ അയന്റെ കൂടെ യാത്രയാക്കുകയും ചെയ്തു. ഈ കഥയിലൂടെ ഭൗതികമായ വിവാഹബന്ധം നടന്നില്ലെങ്കിലും രാധയും കൃഷ്ണനും തമ്മിലുള്ള ആത്മീയവും ദിവ്യവുമായ പ്രണയം എല്ലായ്പ്പോഴും നിലനിന്നിരുന്നുവെന്ന് വിശ്വാസികൾ കരുതുന്നു. ഈ കഥ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങളെയും അദ്ദേഹത്തിന്റെ ഭക്തരോടുള്ള കരുതലിനെയും എടുത്തു കാണിക്കുന്നു. രാധാകൃഷ്ണന്മാരുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.